ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ മദേഴ്സ് ചാരിറ്റിയുടെ വാർഷികത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ടിൻസിമോള് ഏറെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ആ പരിപാടിയിൽ സംബന്ധിക്കുവാനും സഹകരിക്കാനും വന്നിരുന്നു. അതിലുപരിയായിട്ട് ടിൻസിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മുതുകാട് സാറിനെ കാണണം. അതോടൊപ്പം മുതുകാട് സാറിന്റെ സാന്നിധ്യത്തില് സാറിനെ കുറിച്ചിട്ടുള്ള 2 വരികള് ചൊല്ലണമെന്ന്. അങ്ങനെ ആ ഒരു ആഗ്രഹം സഫലമാക്കാനായിട്ട് സാധിച്ചു. ഞങ്ങൾക്കും ഏറെ സന്തോഷമായിരുന്നു. ഇന്ന് സാറിന്റെ ഈ ജന്മദിനത്തില് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുവാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നിറഞ്ഞ സന്തോഷത്തോടെ ജന്മദിനാശംസകള് മുതുകാട് സാറിന്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇത് എൻ്റെ അനുജത്തിയാണോ കൂട്ടുകാരിയാണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് നാളേ ആയുള്ളൂ ഞാൻ പരിചയപ്പെട്ടിട്ട്. പക്ഷെ സ്ഥിരം എനിക്ക് കോള് വരും, ചേച്ചി സുഖാണോ എന്ന്. അതുപോലെ തന്നെ ഞാനും ചോദിക്കും. ഇതിനു മുൻപ് ലെസ്റ്ററില് ഗോപിച്ചേട്ടന്റെ പരിപാടി അരങ്ങേറിയപ്പോൾ അന്നും ടിൻസി ഒരു കവിത എഴുതിയിരുന്നു. അത് ഗോപിച്ചേട്ടൻ അയച്ചു തന്നിരുന്നു. ഗോപിച്ചേട്ടൻ അതിന് റിപ്ലൈ ഇട്ടിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇന്നും ടിൻസി ഒരുപാട് ദൂരേന്ന് ട്രെയിൻ കയറി ഗോപിച്ചേട്ടനെ കാണാൻ വേണ്ടി മാത്രം ഇന്ന് ഈ വേദിയിലേക്ക് വന്നിരിക്കുവാണ്. അപ്പം നമ്മുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. കാരണം ബാക്കി കാര്യങ്ങൾ ടിൻസി പിന്നെ പറയും. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ടിൻസി എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇവിടെ ഈ ഒരു വേദി ഒരുക്കി തന്ന ലിസ് ചേച്ചിക്ക് എൻ്റെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, ചില ദിവസങ്ങൾ ജീവിതത്തിൽ വെറും ദിവസങ്ങൾ മാത്രമല്ല, അവ മനസ്സിൽ മായാജാലമായി മാറി നിൽക്കുന്ന ഓർമ്മകളാകുന്നു. മനുഷ്യത്വവും മൈത്രിയും ചേർന്ന് നമ്മെ ഒന്നിപ്പിക്കുന്ന അത്തരം ചില നിമിഷങ്ങളെയാണ് ഈ ചെറിയ കവിത ഓർമ്മിപ്പിക്കുന്നത്. അത് തന്നെയാണ് മായാജാലത്തിന്റെ മായാത്ത നാളുകൾ. ഒരു അഭ്യർത്ഥനയുണ്ട്. വൃത്തം, ലഘു, ഗുണ ആദ്യായ കാര്യങ്ങളൊന്നും ആരും ഇതിനെക്കുറിച്ച് ചോദിക്കരുത്. ഈ ഒരു കാര്യത്തിൽ പിച്ചവയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു ചെറിയ റിക്വസ്റ്റും കൂടി ഉണ്ട്. ഈ കവിത നമ്മുടെ ടിൻസി ചൊല്ലുമ്പോൾ നമ്മുടെ മിനിജയും അജിമോളും ഒന്ന് വേദിയിലേക്ക് വരാൻ പറ്റോ? അതുപോലെ തന്നെ മുതുകാട് സാറും. അജിമോൾ പ്ലീസ്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ തളർച്ചകളിലൊക്കെ എനിക്ക് ആശ്വാസമായി ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും, ലിസി നീ തളരരുത്, നീ മുന്നോട്ട് പോകണം, ഒരുപാട് പേർക്ക് നീ താങ്ങാണ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഉണ്ട്. വേറെ ആരുമല്ല, സാറ. സാറ ഒന്ന് വരുമോ സ്റ്റേജിലേക്ക് പ്ലീസ്? മായാജാലത്തിന്റെ മായാത്ത നാളുകൾ. മായാജാലത്തിന്റെ മായാത്ത നാളുകൾ, മനസ്സിൽ മുത്തായി തെളിയും സ്വപ്നങ്ങൾ, മാന്ത്രികതയും മനുഷ്യത്വവും മൈത്രിയോടെ മേളിക്കുന്നൊരു മലയാളം. മാൻസ്ഫീൽഡിൻ മണ്ണിടത്തിൽ മദേഴ്സ് ചാരിറ്റിയിൻ മണിത്തൂവലുകൾക്ക് മഴവില്ലിൻ മനോഹാരിത നൽകാൻ മാന്ത്രിക രാജാവ് മുതുകാട് സാർ. മാന്ത്രികതയുടെ മഹിമ പകർന്ന് മനസ്സുകളിൽ മാധുര്യം വിതറി, മനുഷ്യ സ്നേഹത്തിന്റെ മിഴിവോടെ മാലോകം വഴികാട്ടി മുന്നേറുന്നു. മനുഷ്യത്വം മൂലധനമാക്കി മനസ്സിന്റെ മാന്ത്രിക ചെപ്പിൽ മുദ്രവെച്ചൊരു മോഹവുമായിതാ
മായാജാലക്കാരൻ. അനന്തപുരിയിൻ അങ്കത്തട്ടിൽ അർപ്പണബോധത്തിൻ അമരക്കാരനായി മാജിക് പ്ലാനറ്റിൻ മനോരഥമേറി മാനവകുലത്തിന് മാതൃകയായി മുന്നേറുന്നു. കാസർഗോഡിൻ കരഭൂമിയിൽ കരുതലിന്റെ കരസ്പർശമായി കാരുണ്യത്തിന്റെ കെടാവിളക്കായി കരുണാമയൻ കാത്തിടട്ടെ കാലങ്ങളോളം. ലക്ഷ്യബോധം ലോപിക്കാതെ ലക്ഷ്യത്തിലേക്കുയരുവാൻ ലോഹ്യവും ലാളിത്യവുമായി ലക്ഷ-സെന്ററിൽ ലയിച്ചവനാം മാന്ത്രിക രാജാവ് മുതുകാട് സാറിനൊപ്പം മനക്കരുത്തിൻ ബലവുമായി മന്ദം മന്ദം മുന്നേറുവാൻ മാലോകർക്ക് മാതൃകയാകുവാൻ ഈ മലയാളി സമൂഹവും ആവേശം ചോരാതെ ആമോദത്തോടെ ആഗ്രഹ സഫലീകരണത്തിനായി ആത്മാർത്ഥതയോടെ 1000 ആശംസകൾ. കാലം കടന്നുപോയാലും ആ ഓർമ്മകൾ മായുന്നില്ല. മാന്ത്രികത പോലെ മനസ്സിൽ മുത്തായി തെളിഞ്ഞു നിൽക്കുന്ന മായാജാലത്തിന്റെ മായാത്ത നാളുകൾ ഈ ദിവസം കാലങ്ങൾ കടന്നുപോയാലും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ. താങ്ക് യു. എന്താണ് വാക്കുകൾ കൊണ്ട് പറയേണ്ടതെന്നറിയില്ല. ടിൻസിയുടെ വലിയൊരു യാത്രയാണ് അത്. നമ്മൾക്ക് പലർക്കും അത് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഗോപി സാറ് നമ്മുടെ കൂടെ വരുവാനും ടിൻസിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് പങ്ക് ഇടുവാനും ലഭിച്ച ഒരു അനുഗ്രഹം അതിൻ്റെ എത്ര ആഴമുള്ളതാണെന്ന് നമുക്കാർക്കും നമ്മുടെ ചിന്തയിൽ പോലും അത് ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ലിസ്റ്റേജ് ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിനും ടിൻസി അത് എത്രയോ മനോഹരമായി, എത്രയോ ദിവസത്തെ പ്രാക്ടീസാണ് ടിൻസിയുടെ. ഇന്ന് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളാണ്. ട്രെയിൻ എടുത്ത് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. നമ്മളെപ്പോലെ മുഴുവൻ ആരോഗ്യത്തോടെ അല്ല ടിൻസി ഇവിടെ ഇരിക്കുന്നത്, എങ്കിൽ പോലും നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ അപ്പോൾ ടിൻസിയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ടിൻസി ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തനത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും പരിഗണനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടിൻസി ദൈവം അനുഗ്രഹിക്കട്ടെ.